ഓക്കെ. ഹായ് ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മൾ ഇന്ന് നമ്മുടെ ടോക്ക് സീരീസിന്റെ 15ാമത്തെ സെഷനിലാണുള്ളത്. 14 സെഷൻസ് നമ്മൾ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ആണ് കാണുന്നത്. അത് ഒരു പവർ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ലോയുടെ, യൂണിവേഴ്സൽ ലോയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ഒരു കാര്യം തുടർച്ചയായി അത് മുടങ്ങാതെ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വളരെ വലുതാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ജെയിംസ് ക്ലിയറിന്റെ. അതിൽ പറയുന്നുണ്ട് 0.01 ആണ് നിങ്ങൾ ഒരു പ്രോഗ്രസ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഒരു വർഷം ആ 0.01 റൈസ് ടു 365, ഇത് ഓരോ ഡേയ്സ് വെച്ച് കൂട്ടിയാൽ 37 മടങ്ങ് ആയിട്ട് മാറുന്നതാണ്. ഇപ്പൊ വെറും 0.01 ഒരു ഇയർ ആകുമ്പോഴത്തേക്ക് 37 മടങ്ങ് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു എന്താ പറയുക, ലൈവ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ സെഷൻ. ഓക്കെ. ഇതില് കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്ന, ഈവൻ ലൈവിൽ വരാൻ പറ്റാത്തപ്പോ റെക്കോർഡിങ്സ് കണ്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ. നമ്മളപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹിഡൻ ഡയമെൻഷൻസ് ഓഫ് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന വിഷയമാണ്, അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ കേൾക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ? അപ്പോൾ അത് കോമൺ ആയിട്ട് പലരും പല രീതിയിൽ പറഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നമ്മൾ അതിന്റെ ഹിഡൻ ഡയമെൻഷൻസിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഈ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും വൈബ്രേറ്റിംഗ് ആണ്, അല്ലെ? നമ്മൾ അതിനെ കുറിച്ചൊക്കെ മുമ്പ് ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തു. വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്നത് ഇത് എല്ലാ വസ്തുക്കൾക്കുമുണ്ട്. ദെൻ നമ്മളിത് കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് വളരെ നോർമലൈസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു വിഷനാണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് അതേ പറ്റൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 16 ഒരു സെക്കൻഡിന്റെ 16 അംശത്തില് അതിന്റെ ഇടക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ണിന്റെ കുറെ ഫീച്ചേഴ്സ് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കാറുണ്ട്. ചെവി എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. 20 ഹെഡ്സിനും 20K ഹെഡ്സിനും ഇടക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ വൈബ്രേഷൻ നമ്മൾ കാണുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ല എന്നതുകൊണ്ട് അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ അറിയുന്നില്ല, കാണുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു വൈബ്രേഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ അൾട്രാവയലറ്റ് റേസ് പോലും നമ്മൾ കാണുന്നില്ല, പക്ഷെ അതിവിടെ പ്രസന്റ് ആണ്. അപ്പോ അതുപോലെ തന്നെയാണ് ഈ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ വേവ് ലെങ്തിൽ വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ ശരിക്കും സയൻസ് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോൺ ഫിസിക്കൽ ഫോമിലുള്ള അതിസൂക്ഷ്മമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തന്നെ ക്വാണ്ടം ഫിസിക്സും സ്പിരിച്വൽ സയൻസും ഒക്കെ അവര് ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിക്കോള ടെസ്ലയും മാക്സ് പ്ലാങ്കും ഒക്കെ അതുപോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ സയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നത് ഏറ്റവും ചെറിയ വസ്തു ആറ്റം ആണെന്നാണ്. ദെൻ പിന്നീട് ആണ് 90s ഒക്കെ ആയപ്പോഴാണ് അല്ല, ആറ്റം അല്ല ചെറുത്, ആറ്റത്തിനെ വീണ്ടും നമുക്ക് പാർട്ടീഷൻ ചെയ്യാം, അതില് ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, അങ്ങനെ അതിന്റെ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോ സയൻസ് എന്ത് പറയുന്നു എന്നതിനേക്കാളും റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ നേച്ചറിൽ, ഈ യൂണിവേഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോ ആറ്റത്തിനെ കുറിച്ച് അതിന്റെ ചെറിയ ഘടന ഇപ്പോൾ കണ്ടുപിടിച്ചു, ഈ റീസെന്റ് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ബി സി കാലഘട്ടത്തിൽ ഈജിപ്തിൽ ഉണ്ടായിരുന്ന സേജസ്,
അവരെഴുതി വെച്ച കുറെ കാര്യങ്ങള്, തിയറീസ്, നാച്ചുറൽ തിയറീസ് ഉള്ള ഒരു സംഭവമുണ്ട്. ഹെർമെറ്റിക് പ്രിൻസിപ്പിൾ എന്നാണ് അതിന് പറയുക. ഹെർമെറ്റിക് പ്രിൻസിപ്പിൾ. അതിലൊരു കാര്യം പറയുന്നുണ്ട്, ആസ് എബവ് സോ ബിലോ, ആസ് വിത്തിൻ സോ വിത്തൗട്ട്. എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, മുകളിൽ എങ്ങനെയാണോ അതുപോലെയാണ് താഴെ, ആസ് വിത്തിൻ സോ വിത്തൗട്ട്, ഉള്ളിൽ എങ്ങനെയാണോ അതുപോലെയാണ് പുറത്ത്. ഓക്കെ, ഹെർമെറ്റിക് പ്രിൻസിപ്പിളിന് ഒരു പ്രധാനപ്പെട്ട തിയറിയാണ്. അപ്പോ ഇത് ഞാനിവിടെ കണക്ട് ചെയ്യാൻ കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ യൂണിവേഴ്സ് എടുത്ത് നോക്കിയാൽ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം. സൂര്യൻ സെൻട്രലൈസ്ഡ് ചെയ്തിട്ട് ചുറ്റും ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ ചുറ്റുന്നു, നക്ഷത്രങ്ങൾ. ഓക്കെ, ദാറ്റ്സ് എ സർക്കുലർ റൊട്ടേഷൻ. ദെൻ ഏറ്റവും ചെറിയ ഇപ്പോൾ നിലവിൽ കണ്ടുപിടിക്കപ്പെട്ട പാർട്ടായ ആറ്റം, അതിന്റെ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ? സെയിം, ന്യൂക്ലിയസ്, ദെൻ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു, അല്ലെ? മറ്റു കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം റിവോൾവ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോ അതാണ് ആ പറഞ്ഞത്, നമ്മള് മൊത്തം കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും ഏതൊരു ചെറിയ കാര്യം എടുത്താലും ആസ് എബവ് സോ ബിലോ എന്ന് പറഞ്ഞ പോലെ, ആസ് വിത്തിൻ സോ വിത്തൗട്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു യൂണിവേഴ്സൽ തത്വം ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ബോഡി എടുത്ത് നോക്കിയാലും ഹാർട്ട് ഒരു സെന്റർ ആയിട്ട് എടുത്താൽ അതിൽ നിന്ന് എല്ലാ ഓർഗൻസും, ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള എല്ലാ ഓർഗൻസും അതിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യുന്നു, തിരിച്ചയക്കുന്നു. അങ്ങനെ ഒരു സർക്കുലർ മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, മെറ്റീരിയൽ നേച്ചർ എടുത്തു നോക്കുമ്പോൾ എവിടെയെല്ലാം നമ്മൾ റിസർച്ച് നടത്തുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നു, അവിടെ എല്ലാം ഒരു സിമിലാരിറ്റി, ഒരു എനർജി ഫ്ലോ, ഒരു സിമിലാരിറ്റി നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോ ഈ ഈ ഓരോ വസ്തുവിലും ഉണ്ട് എന്നാണ് പറയുന്നത്, സയൻസ് തന്നെ പറയുന്നത്. ഈവൻ അത് അചേതന വസ്തു ആണെങ്കിലും അതൊരു എനർജി ഹോൾഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കറിയാം, ഈ കല്ലൊക്കെ കൂട്ടി ഉരസിയാൽ തീ കത്തും, അല്ലെ? അപ്പോ അതൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളുടെ ഒരു റിസൾട്ട് ആണെങ്കിൽ, ഏറ്റവും അധികം വിശേഷത്തോടുകൂടി, ചിന്താശക്തിയോടുകൂടി ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ക്രിയേച്ചറായ ഹ്യൂമൻ ബീങ്സിന്റെ എനർജി ശരിയായ നിലക്ക് യൂസ് ചെയ്താൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, അതിന്റെ ഒരു റിസൾട്ടാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഡെവലപ്മെന്റ്സും. നമുക്കറിയാം, ഇപ്പോ മനുഷ്യന് പറക്കാനുള്ള കഴിവില്ല, പക്ഷെ മനുഷ്യൻ പറക്കാനുള്ള വാഹനം കണ്ടുപിടിച്ചു, അല്ലെ? റൈറ്റ് ബ്രദേഴ്സ്. ഈ റൈറ്റ് ബ്രദേഴ്സ് ഈ ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിനേക്കാളും മുമ്പ് ആ ഫ്ലൈറ്റ് എവിടെയാണ് രൂപപ്പെട്ടത്? ആ വിമാനം എവിടെയാണ് രൂപപ്പെട്ടത്? ആർക്കെങ്കിലും പറയാൻ കഴിയും? ബേർഡ്സ് ആണോ? മനുഷ്യന്റെ ചിന്തയിൽ. യെസ്, കറക്റ്റ്. ആ ആ സയന്റിസ്റ്റിന്റെ, അവരുടെ ആ രണ്ടുപേരുടെയും മനസ്സിലാണ് അങ്ങനെ ഒരു വിമാനം ആദ്യം രൂപപ്പെട്ടത്. അതുപോലെ എല്ലാ കാര്യവും നമ്മൾ എടുത്തു വെച്ചാൽ, മൊബൈൽ ഫോൺ, അല്ലെ, കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ഉണ്ട്. അതിന് അദ്ദേഹത്തിന്റെ മനസ്സിലാണ് അങ്ങനെ ഒരു 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 ടൂള് വേണം എന്നുള്ള ആ ഒരു പൂർണ്ണമായ രൂപം മനസ്സിലാവും. ഓക്കെ, അപ്പൊ പറയാനുള്ള കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ ചിന്താശക്തിയാണ് ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പറഞ്ഞ സയന്റിസ്റ്റുകൾക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇതേ ചിന്താശക്തി തന്നെയാണ്, ഇതേ ഒരു കഴിവ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു എനർജിയെ യൂസ് ചെയ്യുന്നില്ല. ആ എനർജി നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നു, പക്ഷേ നമ്മൾ അതിനെ ഇപ്പൊ തന്നെ പറയാം, നമ്മൾ ഡെയിലി 70,000 എബവ് തോട്ട്സ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്നല്ലേ? ദെൻ നമ്മുടെ ആ ഒരു തോട്ട്സിനെ നമ്മൾ വെറും
ഓട്ടോമാറ്റഡ് നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് ആവശ്യമില്ലാത്ത പല പല ചിന്തകളായി അതിനെ വെറുതെ പാഴാക്കി കളയുന്നു. ദെൻ അതിനെ ഒരു ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മളും അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള പലതും കണ്ടുപിടിക്കുമായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് അപ്പോ ഓരോ വസ്തുക്കൾക്കും എനർജി ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇപ്പൊ ആ സയന്റിസ്റ്റുകൾ അത് അറ്റൈൻ ചെയ്തു, അവരുടെ മനസ്സിൽ അത് കൊണ്ടുവന്നു, ദെൻ അത് മെറ്റീരിയൽ വേൾഡിലും അവരത് ഗെയിൻ ചെയ്തു എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ കണ്ട ഒരു ഫ്രീക്വൻസി അതിലേക്ക് ഫിസിക്കൽ വേൾഡിലുള്ള ഫ്രീക്വൻസിയുമായി അത് മാച്ച് ചെയ്തു, ദെൻ അവരത് അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി, നമുക്കൊരു കൊറിയർ വരുന്നു, നമുക്കൊരു പ്രോഡക്റ്റ് വരുന്നു, ദെൻ നമ്മൾ വീടൊക്കെ അടച്ചു പൂട്ടി ഉള്ളിലാണ്, കോളിംഗ് ബെൽ അടിക്കുന്നു, നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല, എന്ത് സംഭവിക്കും? സ്വാഭാവികമായും അത് തിരിച്ചു പോകും അല്ലെ? അത് അതിന്റെ സോഴ്സിലേക്ക് അത് തിരിച്ചു പോകും. അവിടെ സംഭവിക്കേണ്ടിയിരുന്നത് നമ്മൾ ആ ഡോർ ഓപ്പൺ ചെയ്യുക, അത് റിസീവ് ചെയ്യുക, ചിലപ്പോൾ അതിൽ OTP ആയിരിക്കും വന്നാൾ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു സൈൻ ആയിരിക്കും ആവശ്യപ്പെടുക, നമ്മളത് കൊടുക്കണം. നമ്മൾ ആ ഒരു പ്രോസസ്സിന് നമ്മൾ റെഡി അല്ലെങ്കിൽ നമുക്ക് വന്ന ഒരു പ്രൊഡക്റ്റ് പോലും, ഗിഫ്റ്റ് പോലും അത് തിരിച്ചു പോകും നമ്മുടെ കയ്യിലെത്താതെ. ഇതേ ഒരു സെയിം പ്രോസസ്സ് മാത്രമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞ് പല രീതിയിലേക്കും ആളുകൾ കൊണ്ടുപോകുന്ന കാണുമ്പോൾ നല്ല സങ്കടം തോന്നും. അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന, പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സംഭവം. റൂമി പറയുന്ന ഒരു കോട്സ് ഉണ്ട്, വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു. നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെയും തേടിക്കൊണ്ടിരിക്കുന്നു എന്ന്. അത് വളരെ കറക്റ്റ് ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം ഇന്റൻഷനലി ആഗ്രഹിക്കുന്നെങ്കിൽ അത് നമ്മളെയും തേടുന്നുണ്ട് എന്നതാണ് വാസ്തവം. പക്ഷെ നമ്മളത് റിസീവ് ചെയ്യാൻ എന്നാണോ നമ്മളത് പാകപ്പെടുന്നത്, അന്ന് മാത്രമാണ് നമുക്കത് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അവിടെയാണ് നമ്മുടെ പൗലോ കൈലോ അൽക്കെമിസ്റ്റിൽ പറഞ്ഞ ഒരു കോട്സിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോട്സാണ്. വെൻ യു വാണ്ട് സംതിങ്, ഓൾ ദ യൂണിവേഴ്സ് കോൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. നിങ്ങൾ തീവ്രമായി ഒരു കാര്യം ആഗ്രഹിച്ചാൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് കിട്ടുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തും എന്നാണ്. അപ്പോൾ ഇവിടെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് വെറുതെ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ തോട്ട്സ് അത് സ്ട്രോങ് ആയിരിക്കണം, ഡൊമിനന്റ് ആയിരിക്കണം. ആ തോട്ട്സ് ആണ് ശരിക്കും പിന്നീട് ആ ഒരു റിയാലിറ്റി ആയിട്ട് മാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും പവർഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ അതില് നമ്മുടെ തോട്ട്സിൽ വരാൻ സാധ്യതയുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമ്മൾ ക്ലെൻസ് ചെയ്ത് പോകണം. നമ്മളൊരു എന്താ പറയാ, ഇമ്പ്യൂരിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ജോയിയസ് സ്റ്റേറ്റില്, സന്തോഷകരമായ ഒരു സ്റ്റേറ്റില് ഇരുന്നുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അതിന് കുറച്ച് പ്രിൻസിപ്പിളൊക്കെ ഉണ്ട്. നമ്മളത് ഫീൽ ചെയ്യണം ആദ്യം, then നമ്മുടെ ചിന്തയിൽ വരണം, പിന്നെ നമ്മളത് ബിലീവ് ചെയ്യണം, അതെനിക്ക് കിട്ടും എന്നുള്ള ഒരു സ്ട്രോങ് ബിലീഫ് ഉണ്ടായിരിക്കണം, പിന്നെ അതിനുശേഷം ആക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മൾ ആ ഒരു ആഗ്രഹത്തിൽ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വേണം. നമ്മൾ മാറ്റി മാറ്റി അല്ലെങ്കിൽ ഒന്നുകിൽ ഇത്, അല്ലെങ്കിൽ വേണോ അത് വേണോ, അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയാ, കൺഫ്യൂഷനോട് കൂടി ഒരു ഡൗട്ട്ഫുള്ളി നമ്മൾ ഒരാഗ്രഹം സെറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് ഒരിക്കലും അതിനെ നമുക്ക് ഗെയിൻ ചെയ്യാൻ കഴിയില്ല. ചില ആളുകളൊക്കെ പറയില്ലേ, ഞാനും അവരും ഒരുപോലെ ആഗ്രഹിച്ചു പക്ഷെ അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. അവിടെ വരുന്ന ഒരു വ്യത്യാസങ്ങൾ ഈ ഒരു ഫീൽഡിലൊക്കെയാണ്. ആ ഒരു ബിലീഫ്, അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തതിൽ വന്നിട്ടുള്ള പാകപ്പിഴവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ വലിയൊരു കാര്യമായിട്ട്, വലിയൊരു ഹ്യൂജ് സംഭവമായിട്ട് നമ്മൾ കണ്ട്
നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ പിന്നോട്ട് നമുക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകുന്നതിന് പകരം നമ്മളൊരു സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രാക്ടിക്കൽ വേ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം, നമുക്ക് ദാഹിക്കുന്നു. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയണ. ഇപ്പൊ ചൂട് കാലമാണ് അല്ലേ, നമുക്കറിയാം ഇങ്ങനെയൊക്കെ നമ്മളെ ചൂടിനെ നമ്മൾ പ്രതിരോധിക്കണം എന്ന് വിചാരിച്ച് നമ്മളിപ്പോ തുടങ്ങുന്ന സമയത്ത് ബസ്സി മാം ആദ്യം തന്നെ പറഞ്ഞ കാര്യം അതാണ്. നാട്ടിലൊക്കെ ഭയങ്കര ചൂട് ക്ലൈമറ്റ് ആണ്. ഓക്കെ, അപ്പം സ്വാഭാവികമായി ദാഹം തോന്നുന്ന സമയത്ത് എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് തോന്നുകയാണ്. അപ്പോ എൻ്റെ മനസ്സിൽ ആ തോട്ട്സ് വരികയാണ്. ഞാനപ്പോ എന്താണ് ചെയ്യുക? നടന്നു പോയി വെള്ളം എവിടെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയി അത് എടുത്ത് കുടിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട പരിപാടി. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള, ഒരു ഡിഫറൻഷ്യലി ഏബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ശാരീരികമായി വന്നിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതേ തോട്ട് വന്നാൽ ഇതേ ആക്ഷൻ ആണോ അദ്ദേഹം ചെയ്യേണ്ടത്? അല്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ നടക്കാനും പോയി വെള്ളം എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം അതിന് പറ്റിയ ആക്ടിവിറ്റീസിനോടാണ് അദ്ദേഹം ബന്ധപ്പെടേണ്ടത്. അദ്ദേഹം ചിലപ്പോ ഹെൽപ്പിന് നിൽക്കുന്ന ആളെ വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായം തേടിയിട്ട് ആ വെള്ളം അദ്ദേഹം എത്തിപ്പിടിക്കുക, അദ്ദേഹത്തിന്റെ ദാഹം മാറ്റുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഓരോ ലക്ഷ്യങ്ങളിലേക്കും. ലക്ഷ്യങ്ങൾ സെയിം ആവുമ്പോൾ പോലും അതിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥ വ്യത്യസ്തമാണ്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണോ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുമായി നമ്മൾ ബന്ധപ്പെടുക എന്നുള്ളതാണ് നമുക്കത് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത്. ദെൻ നമ്മൾ ആ ചെറിയ അത് ഒരു എന്താ പറയുക, ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് എങ്ങനെ എന്നുള്ളത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൂടെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് പിന്നീട് അത് നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യും. കാരണം ഇത് നമുക്ക് തന്നെ നമ്മുടെ സബ് കോൺഷ്യസിൽ തന്നെ നമുക്കൊരു ബിലീഫ് ഉണ്ടാക്കിയെടുക്കണം, ഇത് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ ബിലീഫ് ഒരു വശത്ത് കിടക്കുന്നു, ഞാനിവിടെ ഫോർമേഷൻ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, നോ റിസൾട്ട്. അതിനു മുന്നേ നമ്മളിത് ചെറിയ കാര്യങ്ങളോടെ പ്രാക്ടീസ് ചെയ്യുക, ചെറിയ ഒരു എയിം വെക്കുക, ചെറിയൊരു, ഇപ്പൊ ഞാൻ വെള്ളം എക്സാമ്പിൾ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും ഒരു ചെറിയ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ഇത് ഒരു പ്രാക്ടീസിന് വേണ്ടി നമ്മൾ വെക്കുക. ദെൻ നമ്മളത് ചെയ്യുക, അത് നേടുക. ദെൻ അതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ മൈൻഡ് ആവുക. ഓക്കെ, എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട് എന്ന ഒരു ഫീല് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോ എന്നിട്ട് നമുക്കത് വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് നേടാൻ കഴിയും. അല്ലാതെ നമുക്ക് ആദ്യം തന്നെ വലിയ ഒരു രീതിയിലേക്ക് പോയാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇതൊന്നും നമുക്ക് നടക്കില്ല എന്നൊരു നെഗറ്റീവ് ബിലീഫ് സ്ട്രോങ് ആയി നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ അത് പൊളിക്കാൻ നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അതുപോലെ ഇപ്പം അതിന്റെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് പെട്ടതാണ്, നമുക്കൊരു ജോലിയാണ് നമുക്ക് വേണ്ടത് എന്ന് സങ്കല്പിക്കുക. നമ്മളൊരു വലിയ കമ്പനിയിൽ ഒരു വലിയ പോസ്റ്റിലുള്ള ഒരു ജോലിയാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ അതിന്റെ എല്ലാ ഒരു തലങ്ങളും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ എപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസിക്. നമുക്കിപ്പോൾ ആ പോകുന്ന കമ്പനിയിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ നമ്മളത് ധരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ വസ്ത്രത്തിലുള്ളതായിട്ട് നമ്മൾ കാണുക. അങ്ങനെ അങ്ങനെ എല്ലാം നമ്മൾ അവിടെ അതിന്റെ സാലറി നമുക്ക് കിട്ടുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ നമുക്ക് മെസ്സേജിലാണല്ലോ വരുന്നത്, ഇത്ര രൂപ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയി. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ചിന്തകൾ അതാക്കി മാറ്റുക എപ്പോഴും. ദെൻ ചിന്തകൾ എങ്ങനെ കൊണ്ടുവരിക എന്നത് മാത്രമല്ല, നമുക്കറിയാം ദ സീക്രട്ട് എന്ന പുസ്തകം അല്ലെ,
റോണ്ട ബേണിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ്. ബില്യൺ മില്യൺ കണക്കിന് കോപ്പീസ് വിറ്റഴിഞ്ഞ പല പല ഹൺഡ്രഡ്സ് ഓഫ് ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമാണ്. എല്ലാവരും ഒരു കോപ്പി വാങ്ങി വായിക്കണം കേട്ടോ. സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാണ്. വളരെ നമ്മുടെ ഒരു കൺസെപ്റ്റുകൾ മാറ്റാനുള്ള, മൈൻഡ് സ്റ്റേറ്റ് മാറ്റാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോ ഞാൻ പറയാൻ വന്നത് അതല്ല, റോണ്ട ബേൺ അവിടെ ആ ഒരു ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയ സമയത്ത് പറ്റിയൊരു കാര്യം എന്ന് വെച്ചാല്, കുറെ ആളുകൾ ഈ മൈൻഡ് സ്റ്റേറ്റ് മാത്രം റെഡിയാക്കി അങ്ങനെ ഇരുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് അവർക്ക് കിട്ടി എന്നുള്ളതാണ്. അവർക്ക് ഒന്നും നടക്കുന്നില്ല, ശരിയായി നടക്കേണ്ട കാര്യങ്ങൾ പോലും ഓക്കെ ഞാൻ മൈൻഡ് സ്റ്റേറ്റ് ഒക്കെ റെഡിയാക്കി സെറ്റാണ് എന്നുള്ള രീതിയിൽ അവരനങ്ങാതിരുന്നു. then അവർക്ക് നാച്ചുറലി നടക്കേണ്ട കാര്യങ്ങൾ പോലും നടക്കാത്ത ഒരു ഇത് വന്നിട്ടുണ്ട്. ദെൻ റോണ്ട ബേൺ അതേ സീരീസിൽ സെക്കൻഡ് ബുക്ക് ഇറക്കേണ്ടി വന്നു, ദ പവർ. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ വേണ്ടി പവർ ഓഫ് ആക്ഷൻസ് ആണ് അവരതിൽ പറഞ്ഞത്. കാരണം ആക്ഷൻസ് ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ലക്ഷ്യവും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന സംഭവം. നമ്മൾ ഒരു ആക്ഷനും എടുക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരാൾ ലോട്ടറി അടിക്കണമെന്ന് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തു, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്തിരിക്കുകയാണ്. ആളൊരു ലോട്ടറി സിംഗിൾ കേരള ഭാഗ്യക്കുറിയുടെ ഒരു സിംഗിൾ ഇതുപോലെ എടുക്കുന്നില്ലെങ്കിൽ then അയാൾക്ക് എങ്ങനെ ലോട്ടറി അടിക്കും? ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ആരും പോയി ലോട്ടറി എടുക്കണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിച്ചല്ലേ. അപ്പോ ദെൻ ആക്ഷൻസ് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോ ഓഫ് അട്രാക്ഷനിൽ അട്രാക്ഷനിൽ തന്നെ ഒരു ആക്ഷൻ ഉണ്ടല്ലേ, അത് എനിക്കൊരു ഇൻസൈറ്റ് ആയിട്ട് തോന്നിയ കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിൽ അവിടെ ഒരു ആക്ഷൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം. ഓക്കെ, ദെൻ അതിന്റെ ഒരു കാര്യം കൂടി പറയാനുള്ള, റോണ്ട ബേൺ ഈ പവർ എന്ന പുസ്തകം ഇറക്കിയിട്ട് പിന്നെയും അവർക്ക് ഈ ആളുകൾക്ക് കാര്യങ്ങൾ ഇത് നേടട്ടെ, അവരെ സ്റ്റക്കായി നിൽക്കാതിരിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അവർ ആ സീരീസിൽ ഒരു ബുക്ക് കൂടെ ഇറക്കിയെന്നാണ് ദ മാജിക്. അതിൽ ഫുള്ള് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പൊ അതിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ ചിന്തകളിൽ നമ്മൾ സ്ട്രോങ് ആയി ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ദെൻ നമ്മുടെ ചിന്തകൾ അത് നിറക്കുന്നു, ഫുൾ ടൈം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ദെൻ നമ്മൾ അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുന്നു, അതിനൊപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് എന്നതാണ് ആ സീരീസിൽ തന്നെ അവർ ആ പുസ്തകം കൂടി റിലീസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ദെൻ നമുക്ക് ഒരു കാര്യം വളരെ ഈസിയായി നേടണം എങ്കിൽ വെറും ഒരു തിയറി നമ്മൾ പഠിച്ചു അത് യൂസ് ചെയ്യുക എന്നതിനപ്പുറം ഇതുപോലെ കമ്പൈൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൂടി അലൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മൾ അത് നേടാൻ ആഗ്രഹിക്കുക, ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞു? അപ്പോ യു ഡോണ്ട് ബിക്കം വാട്ട് യു വാണ്ട്, യു ബിക്കം വാട്ട് യു ബിലീവ് എന്നൊരു ഒപ്ര വിൻഫ്രെ എന്ന് പറയുന്ന ഒരു പ്രശസ്തിയായ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. യു ഡോണ്ട് ബിക്കം വാട്ട് യു വാണ്ട്, നിങ്ങൾ എന്താണെന്ന് ആഗ്രഹിക്കുന്നതല്ല നിങ്ങളാവുന്നത്, യു ബിക്കം വാട്ട് യു ബിലീവ്, നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ സ്ട്രോങ് ആയി വിശ്വസിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളാവുന്നത്. ഓക്കെ, ഇത് ശരിക്കും വളരെ വിശാലമായ ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതിൽ വന്നിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്. ചില ആളുകൾ എനിക്ക് ആ പരിചയത്തിലുള്ള തന്നെ മൈൻഡ് ട്രെയിനിങ് ഫീൽഡിൽ നിൽക്കുന്നവർ തന്നെ മാനിഫെസ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോകുന്നവരുണ്ട്. ഇത് നമുക്ക് പറ്റുന്നില്ല, സംതിങ് കോംപ്ലിക്കേറ്റഡ് എന്ന് വിചാരിച്ചിട്ട് പോകുന്നവർ എനിക്ക് പേഴ്സണലി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട വിഷയമല്ല. വളരെ സിമ്പിളായി, വളരെ അലൈൻഡ് ആയിട്ട്, വളരെ കൂളായി നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഫ്രീക്വൻസി ഉയർത്താനുള്ള എല്ലാ കാര്യങ്ങളും, വർക്കീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വീടാണോ, ജോലിയാണോ, വാഹനമാണോ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ അത് ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് കിട്ടിയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ആ ഒരു സന്തോഷം പറയുന്ന, ആ ഒരു സക്സസ് സ്റ്റോറി പറയുന്ന ആ ഒരു സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കും.
ഓക്കെ, സോ നമുക്ക് ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കാനും നിങ്ങളുടെ ഡിസ്കഷനിലേക്കും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വെൽക്കം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് സർ. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയട്ടെ. എന്ന് ഞാനല്ലേ പറയുന്നത്, ആർക്കെങ്കിലും പറയാനുണ്ടോ? മാം പറയൂ. ഓക്കെ, സ്റ്റെഫി മാം ഉണ്ടല്ലോ, സ്റ്റെഫി മാം പറയട്ടെ. മാം ഒക്കെ വന്നിട്ടുണ്ട്. Yes. ഞാൻ പറഞ്ഞോളൂ. മാം പറയൂ, മാം പറയൂ. അതെ, ഞാനാണോ സ്റ്റെഫി മാം ആണോ? ബെസ്സി സ്റ്റെഫി മാം മാം പറയട്ടെ. മാം തന്നെ പറയൂ. മാമിന്റെ ആ ഒരു ബെസ്സി മാം പറയാൻ വേണ്ടിട്ട് കാത്തിരിക്കുക ഞങ്ങളൊക്കെ, ഞാനും. ഒരു Okay, sir, റിവിഷൻ കിട്ടും. ഓക്കെ. ഇന്നത്തെ ക്ലാസ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദ ടോപ്പിക് എന്ന് പറയുന്നത് ഹിഡൻ ഡൈമെൻഷൻസ് ഓഫ് ദ ലോ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു. അത് സാറ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ, അതായത് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഹാബിറ്റ്സ് എല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫേമസ് ബുക്കിനെ പറ്റിയാണ്. ബുക്ക് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞത്. 0.1 മുതൽ ഒരു 37 ടൈംസ് വരെയാണ് നമ്മളുടെ അതിന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം ചിന്തിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത പോയിന്റ് സാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നമ്മളുടെ യൂണിവേഴ്സിലുള്ള എല്ലാ ഓബ്ജക്ട്സും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആയാലും ഹിയറിംഗ് ആയാലും ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് പല കാര്യങ്ങളും ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ളതെല്ലാം അത് ഇൻവിസിബിൾ ആയിരിക്കും. പിന്നെ ക്വാണ്ടം ഫിസിക്സിനെ പറ്റി പറഞ്ഞാൽ ഷോർട്ടായിട്ടെല്ലാം പറയുവാണ്. പിന്നെ നിക്കോളാസ് ടെസ്ലയുടെ എല്ലാ പ്രാവശ്യവും സാറ് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ കോട്ടിങ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ ആറ്റം സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു, അത് ന്യൂക്ലിയസ് ആയിട്ടും ഇതൊക്കെ എന്ന് വെച്ചാൽ, ബിക്കോസ് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്ന ആറ്റം ആണ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന്, പക്ഷെ അതിനെ പോലും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പുതിയ ഇൻവെൻഷൻസ് കണ്ടുപിടിച്ചേക്കുന്നത്. പിന്നെ സർ ഈജിപ്റ്റുള്ള ഹെർമെറ്റിക് പ്രിൻസിപ്പിളിനെ പറ്റി പറഞ്ഞു. ആസ് എബവ് ആസ് ബിലോ, ആസ് സീക്കിംഗ് ആസ് വിതിൻ, ഇങ്ങനെയൊക്കെയുള്ള കോട്ടിംഗ് ഒക്കെ വെച്ച് സാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സോളാർ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു, സർക്കുലർ റൊട്ടേഷനെ പറ്റി പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പറഞ്ഞെന്ന് വെച്ചാൽ ഒരൊറ്റ ഒരു കാര്യത്തെ ബേസ് ചെയ്താണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു, എന്താ പറയുക, അതിന്റെ ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ വരേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് സാർ ഈ കാര്യങ്ങളൊക്കെ എക്സാമ്പിളിൽ കൂടെ നമുക്ക് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഹാർട്ടിനെ പറ്റി, ബ്ലഡ് സർക്കുലേഷൻ, ഹാർട്ട് എല്ലാ വെയിൻസും ആർട്ടിലറീസിലും ഒക്കെ ബ്ലഡ് എന്താ പറയാ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഒരു സിംബോളിക് ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ എനർജി ഫ്ലോ എന്ന് പറയുന്ന സിമിലാരിറ്റി എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും. ഈവൻ ദ ആനിമേറ്റ് ഒബ്ജക്റ്റിലും ഇൻആനിമേറ്റിലും ആനിമേറ്റ് എല്ലാത്തിലും നമുക്ക് എനർജിയുടെ ഒരു ഫ്ലോ ഉണ്ട്. അപ്പൊ സാർ കല്ലൊക്കെ ഇങ്ങനെ ഉറസിക്കുന്ന കാര്യം പറഞ്ഞില്ല, ആദ്യം ഫയർ കണ്ടുപിടിച്ച കാര്യമൊക്കെ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാത്തിനും നമുക്ക് എല്ലാ ഒബ്ജക്ട്സിനും എനർജിയുടെ ഒരു ഫ്ലോ ഉണ്ടെന്നുള്ളത്. പിന്നെ ഹ്യൂമൻസിന് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ബ്യൂട്ടിഫുൾ ഇതായിട്ട് പറഞ്ഞു. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ ഈ റൈറ്റ് ബ്രദേഴ്സ് ഇത് കണ്ടുപിടിച്ചു, എങ്കിലും നമുക്കിത് എങ്ങനെ ചെയ്യാന്ന് ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി, നമ്മുടെ ഇമാജിനേഷനിൽ കൂടെ നമുക്ക് പറക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ തോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഹ്യൂമൻ തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു 70,000 ഹ്യൂമൻ തോട്ട്സ് നമ്മൾ പെർ ഡേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. അതിൽ കൂടുതലും നെഗറ്റീവ് ആയിരിക്കും. അത് പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ മിറക്കിൾ വിൽ ഹാപ്പൻ. പക്ഷെ ഒരുപാട് പേർക്കും അത് പറ്റുന്നില്ല. പിന്നെ ഇനി നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ, അതും സാർ ഒരു ബെസ്റ്റ് എക്സാമ്പിളിൽ കൂടെയാണ് പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ അതിന് വേണ്ടി നമ്മുടെ ഹാർട്ടിനെ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു കൊറിയറുകാരൻ പാഴ്സലുമായിട്ട് വരുന്ന കാര്യം പറഞ്ഞു, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മളത് ഡോർ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അയാൾ തിരിച്ചു പോകും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഹാർട്ടും, അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്തില്ലെങ്കിൽ നമ്മളിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചങ്ങ് പോകും. പിന്നെ പൗലോ കൊയ്ലോയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബുക്കിനകത്ത് സാറ് ആ കോട്ടിങ് മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇഫ് യു ഡിസയർ ടു അച്ചീവ് സംതിങ്, ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ യു. നിങ്ങൾ എന്തെങ്കിലും തീവ്രമായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങൾക്കത് കൂട്ടു നിൽക്കുമെന്നുള്ളത്. ഇങ്ങനത്തെ, അതായത് സ്ട്രോങ് ബിലീഫ്. പിന്നെ നമ്മളുടെ ആക്ഷൻ. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞത് ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ പോസിറ്റീവ് ആയിരിക്കണം. നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് നമ്മളത് ചെയ്യാനേ പാടില്ല. അഫർമേഷൻ കൊടുത്തുകൊണ്ട് മാത്രമായില്ല, അതിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് നിൽക്കണം.
അത് നമ്മൾ ഏത് വൈബ്രേഷൻ ആണോ നമ്മൾ നേച്ചറിന് കൊടുക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിന് കൊടുക്കുന്ന അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇത് ഞാൻ സ്റ്റെഫി മാമിന്റെ ക്ലാസ്സിൽ നിന്ന് കടമെടുത്തതാണ്. കുറെ കാര്യങ്ങൾ സ്റ്റെഫി മാമിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. പറയാൻ കാര്യം വെച്ചാൽ ചിലർക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക്ഔട്ട് ചെയ്യും, ചിലർക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. അതിന്റെ കാരണങ്ങളാണ് പറഞ്ഞത്. അതായത് ഏത് രീതിയിലാണോ നമ്മൾ അതിനെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, സ്ട്രോങ് ബിലീഫോടുകൂടി അവർ അച്ചീവ് ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്കത് കിട്ടി, അല്ലെ ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. പിന്നെ നമ്മൾ എന്താ പറയാ, ഒരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു കമ്പനിയുടെ ഒരു വലിയ പൊസിഷൻ അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് വേണമെങ്കിൽ ഞാനത് വിഷ്വലൈസ് ചെയ്യണം. ഞാൻ ആ ചെയറിൽ ഇരിക്കുന്നതും എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്ന മുതലുള്ളത് ഞാൻ വിഷ്വലൈസ് ചെയ്യണം. ആ ചെയറിൽ ഇരിക്കുന്നതും പിന്നെ അവിടുന്ന് എനിക്ക് അവരുടെ ഇൻവിറ്റേഷൻ വരുന്നതും പിന്നെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടുള്ള എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആണോ അതിനൊരു ഓഫീസിലേക്ക് ആവശ്യമുള്ള അതെല്ലാം നമ്മൾ ആ പൊസിഷനിൽ ഇരിക്കുന്നതായിട്ടും വർക്ക് ചെയ്യുന്നതായിട്ടും പിന്നെ നമുക്ക് സാലറി നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വരുന്നതായിട്ടും ഇതൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. എങ്കിലേ നമുക്കത് അതിനാണ് നമ്മൾ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇവന്റെ സാലറി പോലും നമ്മളവിടെ ചെയ്യുന്നു. പിന്നെ നമ്മുടെ തോട്ട്സ് വളരെ വളരെ പവർഫുൾ ആണ്. അത് വാക്കുകൾക്ക് എപ്പോഴും പവർ ഉണ്ട്, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. സർ കുറെ പിന്നെ ബുക്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ബ്രോണ്ട ബ്രെനയുടെ ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കിന്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് അതൊരു ഹോട്ട് സെല്ലർ ബുക്കാണ്. അതിൽ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല, ഇപ്പൊ സാർ പറഞ്ഞതിനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാല് പുള്ളിക്കാരി രണ്ടാമത്തെ ഒരു ബുക്ക് എഴുതാനുള്ള കാര്യം, ദ പവർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതാനുള്ള കാര്യം വെച്ചാൽ ആദ്യം ഇവര് ഈ വായിച്ച കുറെ ആൾക്കാർ ഇത് ശരിക്കും പറയാൻ വായിച്ചിട്ട് അത് ശരിക്കും വർക്ക്ഔട്ട് ചെയ്തില്ല. അവർ വിചാരിച്ച് തനിയെ ഇനി നമുക്ക് ഉണ്ടാവും, ആക്ഷൻ വേണ്ട എന്ന്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ തന്നെ ബ്രോണ്ടവൻ രണ്ടാമത് ചിന്തിച്ചു, ഇനി അങ്ങനെ വിട്ടാൽ പറ്റില്ല. ദ പവർ എന്ന് പറഞ്ഞ അടുത്ത ബുക്ക് എഴുതി. അതിനകത്ത് ദ പവർ ഓഫ് ആക്ഷൻ, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. അതായത് ആക്ഷൻ ഓപ്പൺസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരൂ. പിന്നെ അതുകൂടാതെ പിന്നെ ഒന്നും കൂടെ എഴുതിയ മാജിക് എന്ന് പറഞ്ഞ ബുക്കിനെ പറ്റി പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മുടെ തോട്ട്സ്, ആക്ഷൻ, പിന്നെ നമ്മൾ എങ്ങനെയാണോ ഇതെല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തതിന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത്, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ സിൻസിയറിറ്റിയോടുകൂടി പോസിറ്റീവ് അഫർമേഷൻ കൊടുത്ത് അത് നന്നായിട്ട് വർക്ക് ചെയ്ത് ആ മെസ്സേജ് യൂണിവേഴ്സിന് കൊടുക്കുക. ആ കൊടുക്കുന്ന ഇതിന്റെ ആയിരിക്കും നമുക്ക് റിസൾട്ട് ശരിക്കും തിരിച്ചു കിട്ടുന്നത്. പിന്നെ സാറ് വേറൊരു കാര്യം പറഞ്ഞു, സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഒരു കാര്യം, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കേട്ടില്ല. യു ഡോണ്ട് ബിക്കം വാട്ട് യു വോണ്ട്, യു ബിക്കം വാട്ട് യു ബിലീവ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കത്തില്ല നിങ്ങൾ എന്താണോ ആയിത്തീരണമെന്നുള്ളത്, അതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങളായിത്തീരുന്നത്. പിന്നെ ഇതിനെല്ലാം ലാസ്റ്റ് സാർ കൺക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞാൽ, നമുക്ക് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ ശരിക്ക് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം, മാനിഫെസ്റ്റേഷൻ കറക്റ്റ് ആയിരിക്കണം, ദെൻ വിത്ത് അൺകണ്ടീഷണൽ ലവ്. ലാസ്റ്റില് ഒന്നും കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു സോ. ഇറ്റ് വാസ് എ സൂപ്പർ ക്ലാസ്. Thank you, wonderful. Then ഞാനൊരു നട്ഷലിൽ ഇട്ടങ്ങ് പറഞ്ഞതാണ്. സാർ പറഞ്ഞ പോലെ ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. ഓരോ പോയിന്റ് എടുത്തെടുത്ത് നമുക്ക് ചിന്തിച്ചു പോകാമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കിട്ടും. ഇനി 2 മിനിറ്റ് കൂടി ഉണ്ട്. വേഗം ആരെങ്കിലും പറയാണ്ടെങ്കിൽ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. സ്റ്റെഫി മാം പറയുന്നുണ്ടോന്ന് അറിയില്ല. അനസർ പറഞ്ഞത് ഒരു ചാറ്റൽ മഴയോട് കൂടിയിട്ടുള്ള ഒരു തെന്നലൊക്കെ ആണെങ്കിൽ ഇതൊരു കൊടും പേമാരി. ശരിക്കും ഞാൻ പെന്നൊക്കെ എടുത്ത് പോയിന്റ്സ് ഒന്നും എഴുതാൻ വെച്ചിട്ട്, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് മൊത്തത്തിൽ മനസ്സിലായത് എന്താ വെച്ചാൽ, നമ്മള് നമ്മളുടെ ആഗ്രഹത്തിനെ ഏറ്റവും നല്ലൊരു ചിന്തയാക്കി, അതൊരു സ്വപ്നമാക്കി, അതിനെ നമ്മളൊരു ഗോളാക്കി ബിലീഫോട് കൂടി വിഷ്വലൈസ് ചെയ്യുക അല്ലെ. അങ്ങനെ നമ്മളെ ആക്ഷനിൽ പണിയെടുക്കുക. ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇത്ര പിക്ചറേ കിട്ടിയുള്ളൂ. താങ്ക് യു സോ മച്ച് സ്റ്റെഫി മാം. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗീവ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ലവ് ആ സ്റ്റേറ്റ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നിട്ടില്ല. ലോ ഓഫ് അട്രാക്ഷൻ മാത്രമേ എടുത്തുള്ളൂ.
കറക്റ്റ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്, അതൊക്കെ തന്നെ വേണം. നമ്മൾ ആ ഒരു പ്യുവർനെസ് അല്ലേ, ബീൻ എ അതെ. ഗ്രേറ്റ്ഫുൾ മൈൻഡ് ആൻഡ് വർക്ക് ഓൺ ഇറ്റ്. അതാണ് താങ്ക് നമ്മുടെ യു. 2 ഗ്രേറ്റ് മാസ്റ്റേഴ്സും ഒരു മാസ്റ്റർ മിസ്ട്രസും ഇവിടെ ഉണ്ട്, സ്റ്റെഫി മാം ആൻഡ് അനസ് സർ. ഇതിന്റെ മുമ്പിൽ നമ്മളൊന്നും ഒന്നുമല്ല. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. സ്റ്റെഫി മാമിന്റെ ക്ലാസ്സിൽ നിന്ന് അനസ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഷെഫീമ, അനസാറിന്റെ അതായത് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കാരണം സാറിന്റെ കൈ അല്ലെങ്കിൽ സാറിന്റെ വാക്കുകളിലൂടെ, സാറിന്റെ ശബ്ദത്തിലൂടെ അതിങ്ങനെ കേൾക്കാന്ന് പറയുമ്പം ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ അതിൽ കൂടുതൽ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താ പറയാ, അത്രയധികം സന്തോഷമാണ് നിങ്ങൾ ഓരോ ഫീഡ്ബാക്ക്